കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഗുരുവായൂരപ്പ ശരണം. നമ്മൾ 50ാമത്തെ ശ്ലോകമാണ് ഈ യുദ്ധകാണ്ഡത്തിൽ, അധ്യാത്മരാമായണത്തിൽ യുദ്ധകാണ്ഡത്തിലത്തെ 13ാം സർഗത്തിലത്തെ 50ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയണത്? ശ്രീരാമൻ, ഹേ സുഗ്രീവ, നീയ് സേനാ നായകന്മാരോട് കൂടി വേഗം കിഷ്കിന്ധയിലേക്ക് മടങ്ങി പൊക്കോളൂ. ആവശ്യമൊക്കെ കഴിഞ്ഞൂല്ലോ, അപ്പം എല്ലാം വിചാരിച്ചതൊക്കെ സാധിച്ചു. ഹേ വിഭീഷണ, നിനക്ക് എന്നോട് വളരെ ഭക്തി ഉണ്ടെന്ന് എനിക്കറിയാം. നീയ് ഈ സ്വന്തം രാജ്യമായിട്ടുള്ള ലങ്കയിൽ തന്നെ വസിച്ചോളൂ. അതായത് ഭഗവാൻ പുഷ്പവിമാനത്തിൽ പോണതിൻ്റെ മുമ്പേ പറഞ്ഞതാണ് ഇവരോടെ. 51 നത്വാം ദർശയിതും ശക്താ സേന്ദ്ര അപി ദിവൗകസ അയോധ്യം ഗന്തുമിച്ഛാമി രാജധാനിം പിതുർമമ. സേന്ദ്ര, ഇന്ദ്രനോടുകൂടിയ ദിവൗകസ അപി ദേവന്മാരും ത്വാം ദർശയിതും, നിന്നെ അതിക്രമിക്കാൻ ശക്തന്മാരല്ല. മമ, എൻ്റെ പിതു രാജധാനി, എൻ്റെ അച്ഛൻ്റെ രാജധാനിയായ അയോധ്യയെ ഗന്തുമിച്ഛാമി, ഞാനിപ്പോൾ പോട്ടേന്ന്. അതായത് പിന്നെ വിഭീഷണനോട് പറയാണ്, പണ്ടത്തെ ദേഷ്യം വെച്ചിട്ട് ദേവന്മാരെ ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന് പേടി വേണ്ട. അതായത് ദേവന്മാർ ഇനി വിഭീഷണനെ രാക്ഷസ രാജ്യത്ത് വന്നിട്ട് ഒന്നും ഉപദ്രവിക്കില്ല, ആ പേടി വേണ്ട. എൻ്റെ ഭക്തനായ നിന്നെ ഇന്ദ്രനോട് കൂടിയിട്ടുള്ള ദേവന്മാർക്ക് പോലും ഇനി തോൽപ്പിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആക്രമിക്കാൻ സാധിക്കില്ല. ഇന്ദ്രൻ ബാക്കി ദേവന്മാരെ ഒക്കെ കൊണ്ടുവന്നാലും നീ എൻ്റെ ഭക്തനായത് കാരണം നിന്നെ അവർ ആക്രമിക്കാൻ അവർക്ക് ശക്തി ഉണ്ടാവില്ല. ശക്തരല്ല. എൻ്റെ അച്ഛൻ്റെ രാജധാനിയായിട്ടുള്ള അയോധ്യയിലേക്ക് ഞാനിത് പോവാൻ ആഗ്രഹിക്കണു. തിരിച്ചു പോകണ്ടേ? അപ്പോൾ വിഭീഷണൻ ഇനിയിപ്പോൾ അവിടെ രാക്ഷസ രാജാവായിട്ട് ഇരുന്നാൽ ഞാൻ ആദ്യം ദേവേന്ദ്രനും ബാക്കി ദേവന്മാരും വന്ന് ബുദ്ധിമുട്ടിക്കൂ എന്നുള്ള പേടി വേണ്ടാച്ചിട്ടാണ് വിഭീഷണനോട് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവിടെ ഇരുന്നോളൂ രാജാവായിട്ടാണ്. നത്വാം ദർശയിതും ശക്താ സേന്ദ്ര അപി ദിവൗകസ അയോധ്യം ഗന്തുമിച്ഛാമി രാജധാനിം പിതുർമമ. 52 ഏവമുക്താസ്തു രാമേണ വാനരാസ്തേ മഹാബലാ ഊജു പ്രാഞ്ജലയ സർവേ രാക്ഷസശ്ച വിഭീഷണ. രാമനാൽ ഏവമുക്ത, ഇങ്ങനെ പറയപ്പെട്ട മഹാബലാഹ തേ വാനര, ആ ശക്തിമാന്മാരായിട്ടുള്ള വാനരന്മാരും വിഭീഷണാച്ച, രാക്ഷസനായ വിഭീഷണനും സർവരും പ്രാഞ്ജലയ, അതായത് അഞ്ജലി കൂപ്പിയവരായിട്ട്, കൈകൂപ്പിയവരായിട്ട് ഊച്ചു പറഞ്ഞു. രാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ബലവാന്മാരായിട്ടുള്ള സുഗ്രീവൻ്റെ ഭൃത്യന്മാരായിട്ടുള്ള വാനരന്മാരും രാക്ഷസനായ വിഭീഷണനും അവിടെയുള്ള എല്ലാ രാക്ഷസന്മാരും കൈ രണ്ടും കൂപ്പി തൊഴുതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഏവമുക്താസ്തു രാമേണ വാനരാസ്തേ മഹാബല ഊജു പ്രാഞ്ജലയ, അതായത് 2 കൈ അഞ്ജലി കൂപ്പിയിട്ട് സർവേ രാക്ഷസശ്ച വിഭീഷണ. പിന്നെ 53 54 ഒരു വരി. അയോധ്യം ഗന്തുമിച്ഛാമസ്ത്വയാ സഹ രഘുത്തമ ദൃഷ്ട്വാ ത്വാമഭിഷിക്തം തു കൗസല്യാമഭിവാദ്യ ച പശ്ചാത് വൃണീമഹേ രാജ്യമനുജ്ഞാം ദേഹി ന പ്രഭോ. ഇവർക്കൊക്കെ അയോധ്യയിലേക്ക് പോകണം. അതാണ് രഘുത്തമാഹേ, സ്വാമിൻ ത്വയാ സഹ, അങ്ങയോട് കൂടെ അയോധ്യം ഗന്തും, അയോധ്യയ്ക്ക് വരാനായിട്ട് ഇച്ഛാമ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ത്വാം തു, അങ്ങയെയാകട്ടെ അഭിഷിക്തം ദൃഷ്ട, അങ്ങയെ അഭിഷേകം ചെയ്യണത് കണ്ടിട്ട് കൗസല്യാദേവിയെയും അഭിവാദ്യ, നമസ്കരിച്ചിട്ട് പശ്ചാത്, അതിനുശേഷം രാജ്യം വൃണിമേഹ, ഞങ്ങൾ രാജ്യത്തിലേക്ക് തന്നെ മടങ്ങി വന്നോളാം. പ്രഭുവായിട്ടുള്ള ഭഗവാനെ
ന അനുജ്ഞാം ദേഹി, അതിന് ഞങ്ങൾക്ക് സമ്മതം നൽകിയാലും. എന്താ അറിയോ, അനുജ്ഞ നൽകിയാലും. ഹേ രാമചന്ദ്ര പ്രഭോ, നിന്തിരുവടിയോടുകൂടി ഞങ്ങൾക്കും അയോധ്യയിലേക്ക് വരാൻ വളരെ ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങളെ ഏറ്റവും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അങ്ങയുടെ അഭിഷേകം കാണുക എന്നുള്ളത്. അങ്ങനെ അങ്ങയുടെ അഭിഷേകം അയോധ്യാധിപതിയായിട്ട് വീണ്ടും അഭിഷേകം ചെയ്തതിന് ശേഷം അങ്ങയുടെ മാതാവായ കൗസല്യാദേവിയെ കണ്ട് നമസ്കരിക്കണം. അതും കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ രാജ്യത്തേക്ക് തന്നെ മടങ്ങി വന്നുകൊള്ളാം. ഹേ പ്രഭോ, അതിന് ഞങ്ങൾക്ക് അനുവാദം നൽകണേ എന്ന് പറഞ്ഞു. അവർക്കും അയോധ്യയിലേക്ക് വന്നൊന്ന് പോരാൻ സമ്മതിക്കണം അവർ. അതായത് സുഗ്രീവനെയും ബാക്കി വാനന്മാരെയും വിഭീഷണനെയും ഒപ്പമുള്ള രാക്ഷസന്മാരെ. അയോധ്യാം ഗന്തുമിച്ഛാമസ്ത്വയാ സഹ രഘൂത്തമ ദൃഷ്ട്വാ ത്വാം അഭിഷിക്തം തു കൗസല്യാമഭിവാദ്യ ച പശ്ചാത് വൃണീമഹേ രാജ്യം അനുജ്ഞാം ദേഹി ന പ്രഭോ. അനുവിനുള്ള സമ്മതം തരൂന്ന്, അനുജ്ഞ എന്ന് പറഞ്ഞൂല, സമ്മതം തരൂ. 55. രാമസ്തഥേതി സുഗ്രീവാ വാനരൈ സവിഭീഷണ പുഷ്പകം സഹനൂമാംശ്ച ശീഘ്രമാരോഹ സാമ്പ്രതം തഥാ ഇതി. അങ്ങനെ ആവട്ടെ എന്ന് രാമൻ പറഞ്ഞപ്പോൾ സുഗ്രീവ സവിഭീഷണ, സുഗ്രീവനും വിഭീഷണനും എല്ലാവരും ഹനുമാനോടും കൂടിയിട്ട് വാനരേഹി ബാക്കി പ്രധാനപ്പെട്ട വാനന്മാരോടും കൂടി സാമ്പ്രതാം ശീഘ്രം, ഇപ്പോൾ തന്നെ വേഗം പുഷ്പകം ആരോഹ, പുഷ്പകത്തെ കയറിയാലും എന്ന് പറഞ്ഞു. അപ്പം ശരി, അങ്ങനെ ആവട്ടെ പറഞ്ഞു രാമൻ. അപ്പോൾ ഹേ സുഗ്രീവ, വിഭീഷണൻ, ഹനുമാൻ, മറ്റ് വാനരന്മാരെ ഇവരോടുകൂടി ഇപ്പം തന്നെ പുഷ്പകത്തിലേക്ക് കയറിക്കോളൂ. പുഷ്പകം വലിയ വിമാനമാണ്, എല്ലാവരും കൊള്ളും, അതിൽ കയറിക്കോളൂ പറഞ്ഞു. എന്നാൽ ഒപ്പം പോവാലോ. രാമസ്തഥേതി സുഗ്രീവ വാനരൈ സവിഭീഷണ പുഷ്പകം സഹനൂമാംശ്ച ശീഘ്രം ആരോഹ സാമ്പ്രതം, വേഗം കയറിക്കോളൂ പറഞ്ഞു. തതസ്തു പുഷ്പകം ദിവ്യം സുഗ്രീവ സഹസേനയാ വിഭീഷണശ്ച സാമാത്യ സർവേ ചാരുരുഹുർദ്രുതം. അതിനുശേഷം അനന്തരം ദ്രുതം വേഗം സേനയാ സഹ, സേനകളോടുകൂടി സുഗ്രീവനും പ്രധാനപ്പെട്ട വാനരന്മാരും സാമാത്യ, അതായത് മന്ത്രിമാരോടുകൂടിയ വിഭീഷണനും സർവേ ച എല്ലാവരും ദിവ്യം പുഷ്പകം, ദിവ്യമായ പുഷ്പക വിമാനത്തെ ആരുരുഹ്യ, പുഷ്പവിമാനത്തിൽ കയറിയെന്ന്. അങ്ങനെ രാമൻ്റെ സമ്മതം കിട്ടിയപ്പോൾ സുഗ്രീവനും സൈന്യവും വിഭീഷണനും മന്ത്രിമാരും മറ്റുള്ളവർ ആഗ്രഹമുള്ളവരൊക്കെയും വേഗം ആ ദിവ്യമായ പുഷ്പവിമാനത്തിൽ കയറി. അതായത് ദിവ്യമായിട്ടുള്ള വിമാനമായതുകൊണ്ട് എത്ര ആൾക്ക് വേണമെങ്കിൽ കയറാം, ഡിവൈനാണേ അല്ലേ, അത്ര വലിയ വിമാനമാണ്. അപ്പോൾ തതസ്തു പുഷ്പകം ദിവ്യം സുഗ്രീവ സഹസേനയാ വിഭീഷണശ്ച സാമാത്യ സർവേ ചാരുരുഹുർദ്രുതം, വേഗം കയറി എല്ലാവരും. തേഷ്വാരൂഢേഷു സർവേഷു കൗബേരം പരമാസനം രാഘവേണാഭ്യനുജ്ഞാതമുത്പപാത വിഹായ സ സർവേഷു തേഷു. അവരെല്ലാവരും ആരൂഢേഷു കയറിയപ്പോൾ രാഘവനാൽ അഭ്യനുജ്ഞാതം സമ്മതം നൽകപ്പെട്ടപ്പോൾ കൗബേരം, കുബേരൻ്റെ പരമാസനം ഉത്കൃഷ്ട വിമാനം, ശരിക്കും കുബേരൻ്റെ ആണത്. അതായത് എന്താണ്, രാവണൻ തട്ടിയെടുത്തതാണ് കുബേരൻ്റെ. രാവണൻ്റെ സ്റ്റെപ്പ് ബ്രദറാണല്ലോ കുബേരൻ. രണ്ടാളെ അച്ഛൻ വൈശ്രവണനാണ്, രാവണൻ്റെയും കുബേരൻ്റെയും അച്ഛൻ വൈശ്രവണനാണ്. അമ്മ വ്യത്യാസമാണേ ഉള്ളൂ. അമ്മ കൈകസിയാണ്, രാവണൻ്റെ രാക്ഷസിയാണല്ലോ. പക്ഷേ കുബേരൻ്റെ അല്ലെങ്കിൽ വൈശ്രവണൻ്റെ അമ്മ വേറെയാണ്, വിശ്രവസിൻ്റെ പുത്രനാണ്. വിശ്രവസിൻ്റെ പുത്രന്മാരാണ് വൈശ്രവണനും രാവണനും. വിശ്രവസ് എന്നൊരു മഹർഷിയുണ്ട്. ആ മഹർഷിക്ക് പല പത്നിമാരുണ്ടായിരുന്നു. ഒരു പത്നി ഈ കൈകസി പറഞ്ഞ രാക്ഷസിയാണ്. അപ്പോൾ വിശ്രവസിന് കൈകസി എന്ന രാക്ഷസിയിലുണ്ടായതാണ് രാവണനും കുംഭകർണനും വിഭീഷണനും ഈ ശൂർപ്പണഖയൊക്കെ. വിശ്രവസിന് തന്നെ വേറൊരു പത്നിയിലുണ്ടായ ആളാണ് കുബേരൻ. അപ്പോൾ അല്ലെങ്കിൽ വൈശ്രവണൻ എന്നും നമ്മൾ പറയും. കുബേരൻ ശരിക്കും സ്റ്റെപ്പ് ബ്രദറാണ്. അപ്പോൾ കുബേരൻ്റെയാണ് ശരിക്കും ആ പുഷ്പവിമാനി, രാവണൻ തട്ടിയെടുത്തതാണ്. അതാണെന്നിൽ പറഞ്ഞത്. അവരെല്ലാവരും കയറിയിരുന്നപ്പോൾ രാമൻ്റെ ആജ്ഞപ്രകാരം കുബേരൻ്റെ വിമാനമായിട്ടുള്ള ആ പുഷ്പകം ആകാശത്തിലേക്ക് ഉയർന്നു. വിഹായസ, അതാണ് ആകാശത്തിൽ കൂടി ഉൽപ്പപാത സഞ്ചരിച്ചു തുടങ്ങിയെന്ന്. ഒരു യാത്ര തുടങ്ങി. തേഷ്വാരൂഢേഷു സർവേഷു കൗബേരം പരമാസനം രാഘവേണാഭ്യനുജ്ഞാതം ഉൽപ്പപാത വിഹായസ ബഭൗതേന വിമാനേന ഹംസയുക്തേന ഭാസ്വത പ്രഹൃഷ്ടസ്ഥ തഥാ രാമശ്ചതുർമുഖ ഇവാപര. ഹംസയുക്തേന, ഹംസത്തോടു കൂടിയതും ഭാസ്വത
ശോഭിക്കുന്നതും തേന വിമാനേന ആ വിമാനം കൊണ്ട് പ്രഹൃഷ്ട രാമ വളരെ സന്തോഷിച്ചിട്ടുള്ള രാമൻ അപരഹ ചതുർമുഖ ഇവ മറ്റൊരു ബ്രഹ്മാവോ എന്ന് തോന്നുമാറ് തഥാ ബഭൗ ശോഭിച്ചു. ഏറ്റവും ശോഭിക്കുന്നതും ഹംസങ്ങളെ കൊത്തിയിട്ടുണ്ട് ആ വിമാനത്തുമ്പിലെ, അരയന്നങ്ങളെ കൊത്തിയിട്ടുണ്ട്. അതാണ് അരയന്നം കൊത്തിയിട്ടുള്ള വിമാനം എന്ന് പറഞ്ഞത്. പുഷ്പവിമാനത്തിൽ അരയന്നങ്ങളുടെ ചിത്രം കൊത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ശോഭിക്കുന്നതും അരയന്നങ്ങളെ കൊത്തി വെച്ചതുമായ ആ വിമാനത്തിലിരുന്ന് സന്തോഷിച്ച് സഞ്ചരിക്കുന്ന ആ ശ്രീരാമൻ ഹംസം വാഹനായിട്ടുള്ള വേറൊരു ബ്രഹ്മാവോ എന്ന് തോന്നുമാറ് ശോഭിച്ചു എന്ന്. അതായത് ബ്രഹ്മാവിൻ്റെ വാഹനം ഹംസാണല്ലോ. അപ്പോൾ ഇതിൽ ഹംസത്തിൻ്റെ ചിത്രമുണ്ട്. അപ്പോൾ ആ ഹംസത്തിൻ്റെ ചിത്രമുള്ള പുഷ്പവിമാനത്തിൽ ശ്രീരാമൻ ഇരുന്നപ്പോൾ ഈ ഹംസവാഹനമായ മറ്റൊരു ബ്രഹ്മാവാണോ എന്ന് തോന്നിയെന്ന്. അത്ര ശോഭിച്ചു, അത്ര കാന്തിയോടുകൂടി ആണ് ശ്രീരാമൻ ഇരിക്കണതേ. ബഭൗതേന വിമാനേന ഹംസയുക്തേന ഭാസ്വത പ്രഹൃഷ്ടസ്യ തദാ രാമശ്ചതുർമുഖ ഇവാപരഃ തതോ ബഭൗ ഭാസ്കരബിംബതുല്യം കുബേരയാനം തപസാനുലബ്ധം രാമേണ ശോഭാം നിതരാം പ്രപേദേ സീതാസമേതേന സഹാനുജേന. ഇതോടെ ഈ ഒരു ശ്ലോകത്തോടെ 13-ാം സർഗം കഴിഞ്ഞു കേട്ടോ. ഇനി 14-ാം സർഗമാണ്. അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ അർത്ഥം. തപസ അനുലബ്ധം, തപസ്സിനാൽ ലഭിച്ച കുബേരയാനം, കുബേരൻ്റെ ഈ വാഹനം, കുബേരൻ തപസ് ചെയ്ത് കിട്ടിയതാണ്. ഭാസ്കരബിംബ തുല്യം ബഭൗ, സൂര്യബിംബം പോലെ ശോഭിച്ച് സീതാസമേതേന, സീതയോട് യോജിച്ചും സഹാനുജേന, അനുജനോടുകൂടിയും ഇരിക്കുന്ന രാമേണ, രാമനാൽ നിതരാം ശോഭാം, ഏറ്റവും ശോഭയെ പ്രഭേദയെ പ്രാപിച്ചു. മീൻസ് സീതാലക്ഷ്മണ സഹിതനായിട്ട് രാമൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ വിമാനത്ര ശോഭ. സീതാ ലക്ഷ്മണ സഹിതനായിട്ട് രാമൻ ഇരിക്കുന്നത് കൊണ്ട് ഏറ്റവും അധികം പ്രകാശമാനമായതും തപസ്സിൻ്റെ പ്രഭാവത്തിനനുസരിച്ച് കുബേരന് ലഭിച്ച ഈ പുഷ്പവിമാനം ഇപ്പോൾ സൂര്യബിംബം, അതാണ് സൂര്യബിംബം, ഭാസ്കരബിംബ തുല്യം എന്ന് പറഞ്ഞില്ലേ, സൂര്യബിംബം എന്ന പോലെ ആകാശത്തിൽ വിളങ്ങി. അത് ആകാശത്തിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്, കണ്ടാൽ സൂര്യൻ പോവുക തോന്നും, അതുപോലെ ശോഭ ഉണ്ട്. അതായത് കുബേന്ദ്രൻ പ്രാർത്ഥിച്ച് കിട്ടിയതാണ്, തപസ് ചെയ്ത് കിട്ടിയ ഒരു വിശേഷപ്പെട്ട വിമാനമാണ്. അപ്പം അതിൽ ഇരിക്കുന്നത് കൊണ്ട് ആരാ അതിലിരിക്കുന്നത്? ശ്രീരാമൻ. ആരുടെ ഒപ്പം? സീതയും ലക്ഷ്മണൻ്റെ ഒപ്പം. അപ്പം പിന്നെ ശോഭിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ കുബേന്ദ്രന് തപസ് ചെയ്ത് കിട്ടിയ വിമാനം, പുഷ്പവിമാനം സൂര്യബിംബം എന്ന പോലെ ആകാശത്തിൽ വിളങ്ങി. അതാണ് അവസാനത്തെ ശ്ലോകം. ഇനി നമുക്ക് കുറച്ചും കൂടി സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഈ 14-ാമത്തെ സർഗത്തിലേക്ക് കടക്കാം കേട്ടോ. ഇതോടെ 13-ാം സർഗം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഭഗവാൻ അയോധ്യയിലേക്ക് എത്തുന്നതും നന്ദിഗ്രാമത്തിൽ പോയി ഭരതനെ കൂട്ടുന്നതൊക്കെ നമ്മൾ കാണുമല്ലോ. തതോ ബഭൗ ഭാസ്കരബിംബതുല്യം കുബേരയാനം തപസാനുലബ്ധം രാമേണ ശോഭാം നിതരാം പ്രഭേദേ സീതാസമേതേന സഹാനുജേന ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ 13 സർഗഃ. ഇനി നമുക്ക് യുദ്ധകാണ്ഡം 14-ാം സർഗത്തിലേക്ക് പോവാം. ശ്രീ മഹാദേവ ഉവാച. ആദ്യത്തെ ശ്ലോകം. പാതയിത്വാ തതശ്ചക്ഷു സർവതോ രഘുനന്ദന അബ്രവീന്മൈഥിലീം സീതാം രാമ ശശിനിഭാനനാം. തഥ രഘുനന്ദന രാമ. അതിനുശേഷം രഘുകുലത്തെ ആനന്ദിപ്പിക്കുന്ന രാമൻ ചക്ഷു, അതായത് കണ്ണുകളെ സർവതാ 4 ഭാഗത്തേക്ക് നോക്കിയിട്ടെന്ന്. ശശിനിഭാനനാം, ചന്ദ്രനോട് തുല്യമായ മുഖത്തോടു കൂടിയ മൈഥിലീം സീത, മിഥില രാജപുത്രിയായ സീതയോട് അബ്രവീത് ഇപ്രകാരം പറഞ്ഞു. എന്താണ്? ശ്രീ മഹാദേവ ഉവാചയാണല്ലോ. അതായത് പുഷ്പക വിമാനത്തിൽ ഇരുന്നിട്ട് ആകാശത്തു കൂടെ സഞ്ചരിക്കുമ്പോൾ രഘുകുലത്തിൻ്റെ തിലകമായിട്ടുള്ള രാമൻ 4 ഭാഗത്തേക്കും നോക്കിക്കൊണ്ട് ചന്ദ്രനെ പോലെ ആനന്ദിക്കുന്ന മുഖത്തോടുകൂടിയ മിഥില രാജപുത്രിയായ സീതയോട് ഇപ്രകാരം പറഞ്ഞു എന്ന്. സീതയോട് പറഞ്ഞു എന്നർത്ഥം. ആര്? ശ്രീരാമൻ. ശ്രീ മഹാദേവ വാച. പാതയിത്വാ ചക്ഷു സർവതോ രഘുനന്ദന അബ്രവീന്മൈഥിലീം സീതാം രാമ ശശിനിഭാനനാം. ശശിനിഭാനനാൻ ചെന്താ? ആനനം വെച്ചാൽ മുഖാണ്. ശശിനിഭാന വെച്ചാൽ ചന്ദ്രന് തുല്യമായിട്ടുള്ള മുഖം, അത്ര ഭംഗിയുള്ള മുഖം.
2 ത്രികൂടശിഖരാഗ്രസ്താം പശ്യലങ്കാം മഹാപ്രഭാം ഏതാം രണഭുവം പശ്യ മാംസകർദ്ദമപങ്കിലാം. ത്രികൂടശിഖരാഗ്രസ്താം ത്രികൂടശിഖരത്തിൻ്റെ അഗ്രത്തിൽ ഇരിക്കുന്ന മഹാപ്രഭാം ലങ്കാം, ആ ലങ്കയോട് മഹാപ്രഭയോടുകൂടിയ ലങ്കയെ, അതായത് ത്രികൂടാദ്രി പർവ്വതത്തിൻ്റെ അറ്റത്താണ് ലങ്ക. അപ്പം ആ ലങ്കയെ പശ്യ നോക്കിയാലും, ഇപ്പം അവരിങ്ങനെ വിട്ടുപോരുകയാണ്, ലങ്കയിൽ നിന്ന് ഇങ്ങനെ അകന്നകന്ന് പോവല്ലേ, അപ്പം അകലെങ്ങനെ മിന്നിത്തിളങ്ങണ ലങ്ക കാണാം. മാംസകർദ്ദമ പങ്കിലാം, അതായത് ഈ ചളി കൊണ്ട് ദുഷിച്ചിരിക്കുന്ന ഏതാം രണഭുവം, ആ രണഭൂമിയെ പശ്യ. യുദ്ധം കഴിഞ്ഞിട്ട് നിറച്ച് ചിന്നിച്ചതറി കിടക്കണ മൃതദേഹങ്ങളും ചണ്ടിത്വവും ആയുധങ്ങളുടെ ബാക്കിയും ഈ തേരുകളുടെ ബാക്കിയൊക്കെ ഉള്ള ആ യുദ്ധഭൂമി കാണൂ പറയണം. സീതോടെ എന്താ പറയണേ? ഹേ പ്രിയേ, ത്രികൂടം എന്ന് പേരുള്ള പർവ്വതമാണ് ആ കാണുന്നത്. അതിൻ്റെ അഗ്രത്തിലുള്ളതാണ് ലങ്കാ നഗരം. നമ്മളിപ്പോൾ അവിടെ നിന്നാണല്ലോ വന്നത്. ആ ലങ്കാ നഗരം നോക്കൂ. ഈ സ്ഥലത്ത് വെച്ചാണ് അതാ യുദ്ധം നടന്നത്. ആ സ്ഥലം കണ്ടാൽ തന്നെ അറിയാം, ചിന്നിച്ചതറി കിടക്കണ്ടല്ലോ എല്ലാ സാധനങ്ങളും അല്ലേ, മാംസവും. വലിയ രാമരാവണ യുദ്ധം കഴിഞ്ഞതല്ലേ. അപ്പോൾ ആ യുദ്ധഭൂമി മാംസവും രക്തവും കലർന്ന് അളിഞ്ഞ് ചണ്ടിയായിട്ട് കിടക്കണത് അത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ലങ്കയും കാണിച്ചു കൊടുത്തു. ത്രികൂടപർവ്വതത്തിൻ്റെ ശിഖരത്തിലിരിക്കണ ലങ്കയും കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ടുള്ള ആ യുദ്ധഭൂമിയും നോക്കൂ സീതാദേവി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. ത്രികൂടശിഖരാഗ്രസ്താം പശ്യ ലങ്കാം മഹാപ്രഭാം ഏതാം രണഭുവം പശ്യ മാംസകർദ്ദമപങ്കിലാം. അതായത് മാംസവും രക്തവും ഒക്കെ ചക്കണ യുദ്ധഭൂമി വളരെ വൃത്തികേടായിട്ട് കിടക്കുന്നതാണ്. കണ്ടു. ഇനി 3, 4 പകുതി. അസുരാണാം പ്ലവങ്കാനാം അത്ര വൈശസനം മഹൽ അത്രമേ നിഹതശേതേ രാവണോ രാക്ഷസേശ്വര കുംഭകർണേന്ദ്ര ജിന്മുഖ്യാ സർവേ ചാത്ര നിപാതിതാഃ. അസുരാണാം, അസുരന്മാർക്കും പ്ലവങ്കന്മാരെ പിന്നെ വാനരന്മാരാണ്. അസുരന്മാർക്കും അസുരന്മാരെ പറഞ്ഞാൽ ഇവിടെ രാക്ഷസന്മാരെ. പ്ലവങ്കാന വാനരന്മാർക്കും അത്ര ഇവിടെ മഹത് വൈശസനം മഹത്തായ യുദ്ധം മേ എന്നാൽ നിഹത നിഗ്രഹിക്കപ്പെട്ട, എൻ്റെ കൈകൊണ്ട് നിഗ്രഹിക്കപ്പെട്ട രാക്ഷസേശ്വര രാവണ, ആ രാക്ഷസന്മാരുടെ രാജാവായ രാവണൻ ശേതേ ശയിച്ചു. കുംഭകർണേന്ദ്രജിന്മുഖ്യ സർവേച, കുംഭകർണൻ ഇന്ദ്രജിത്ത്, കുംഭകർണേന്ദ്രജിന്മുഖ്യ പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ദ്രജിത്ത്, കുംഭകർണനും ഇന്ദ്രജിത്ത് മുതലായ സർവരും അത്ര നിപാതിത ഇവിടെ തന്നെയാണ് നിഗ്രഹിക്കപ്പെട്ടത്. അതായത് ഓരോ സ്ഥലം ഇങ്ങനെ യുദ്ധഭൂമിയുടെ മീതെ കൂടെ പോവുകയാണ്. അപ്പോൾ പറയാണ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ അവിടെ നടന്ന വിശേഷ സംഭവം സീതയോട് പറഞ്ഞ് കാട്ടിക്കൊടുക്കുകയാണ്. യുദ്ധത്തിൻ്റെ ആ യുദ്ധഭൂമി കൂടെ മീതെങ്ങനെ പറക്കുമ്പോഴേ ഇവിടെ അതായത് പറയാണ് പിന്നെ എന്താണ്, രാക്ഷസന്മാർക്കും വാനരന്മാർക്കും രാക്ഷസന്മാരും വാനരന്മാരും നമ്മുടെ സൈന്യവും കൂടിയിട്ട് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഭയങ്കര യുദ്ധം ഉണ്ടായത്. എന്നാൽ വധിക്കപ്പെട്ട രാവണൻ വീണത് ഇവിടെയാണ്. രാവണൻ ഞാൻ നിഗ്രഹിച്ച് വീഴ്ത്തിയത് ഇവിടെയാണ്. കുംഭകർണൻ ഇന്ദ്രജിത്ത് മുതലായ രാക്ഷസപ്രമാണികളെ കൊന്നു വീഴ്ത്തിയതും അധികം ദൂരല്ലാണ്ട് ഇവിടെ തന്നെയാണെന്ന് പറയുകയാണ്. അതായത് രാവണൻ മരിച്ചു വീണ സ്ഥലവും കുംഭകർണ ഇന്ദ്രജിത്തിനെ കൊന്ന സ്ഥലവും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് ആരെ, ഭഗവാൻ. ആ യുദ്ധം നടന്ന സ്ഥലമല്ലേ ഇപ്പോൾ അത് യുദ്ധക്കളം. ആ യുദ്ധക്കളത്തിൽ തന്നെ ഓരോ സ്ഥലവും കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെയാണ് രാവണൻ മരിച്ചു വീണത്, ഇവിടെയാണ് കുംഭകർണ ഇന്ദ്രജിത്ത് മരിച്ചു വീണതെന്നൊക്കെ. ഒരു സാധാരണ ഒരു വീരക്ഷത്രിയനെ പോലെയാണ് എല്ലാം പറയുന്നത് കേട്ടോ. അസുരാണാം പ്ലവങ്കാനാം അത്ര വൈശസനം മഹൽ അത്രമേ നിഹതശ്വേതേ രാവണോ രാക്ഷസേശ്വര കുംഭകർണേന്ദ്രജിന്മുഖ്യ സർവേ ചാത്ര നിപാതിതാ. ഏഷ സേതുർമയാ ബദ്ധ സാഗരേ സലിലാശയേ ഏതച്ച ദൃശ്യതേ തീർത്ഥം സാഗരസ്യ മഹാത്മന സേതുബന്ധമിതി ഖ്യാതം ത്രൈലോക്യേന ച പൂജിതം ഏതത് പവിത്രം പരമം ദർശനാൽപാതകാപഹം. സലിലാശയ സാഗരെ, ഈ അങ്ങേ വളരെ ധാരാളം വെള്ളമുള്ള ഈ സമുദ്രത്തിൽ മയാബദ്ധ സേതു, എന്നാൽ ബന്ധിക്കപ്പെട്ട ഈ അണക്കെട്ട്, സേതു അല്ലേ അണക്കെട്ട്, ഏഷ അതാ കാണാണ്ട് നോക്കൂ, ലങ്ക വിട്ടിങ്ങനെ പോരുകയാണ്. അപ്പോൾ ആ സേതു കാണിച്ചു കൊടുക്കുകയാണ്, സേതുബന്ധനം ചെയ്തതേ.
അണക്കെട്ട് കെട്ടി ഇത് കാണിച്ചു കൊടുക്കുകയാണ്. ഞാനും എൻ്റെ വാനരന്മാരുടെയൊക്കെ സഹായത്തോടു കൂടി കെട്ടിയതാ സേതു, നീ കണ്ടോളൂ. മഹാത്മനാ സാഗരസ്യ, ഈ മഹത്തായ സമുദ്രത്തിൻ്റെ സേതുബന്ധം ഇതീഖ്യാതം, ഇതിനെയാണ് സേതുബന്ധനം എന്ന് പറയുക എന്ന പ്രസിദ്ധം. ത്രൈലോക്യേന, ത്രിലോകത്തിലുള്ളവരാൽ പൂജിതം ച, പൂജിക്കപ്പെടുന്നതുമായ തീർത്ഥം, അതായത് ഈ രാമേശ്വരി ദർശിക്കപ്പെടുന്നു. രാമേശ്വരം അതിൻ്റെ ഭാഗവും ഒക്കെ കണ്ടോളൂ. ഇത് പരമം പവിത്രം, ആ സ്ഥലം വളരെ പവിത്രാണ്, ഏറ്റവും പരിശുദ്ധമാണ്. ദർശനാത്, അത് കണ്ടാൽ തന്നെ, അതിൻ്റെ ദർശനം കൊണ്ട് തന്നെ പാതകാപഹം, പാപങ്ങളെ നശിപ്പിക്കുന്നതാണ് ആ സ്ഥലം, ദർശിക്കേ വേണ്ടൂ. അതായത് എന്താ പിന്നെ ശ്രീരാമൻ പറഞ്ഞു കൊടുക്കണ സീതയ്ക്കറിയോ, ഈ അഗാധമായിട്ടുള്ള ഈ സമുദ്രത്തിൽ എന്നാൽ ബന്ധിക്കപ്പെട്ടത് ഈ അണക്കെട്ട് കണ്ടോളൂ സേതു, കര കാണാതെ ഉള്ള ഈ സമുദ്രത്തിൽ ഉണ്ടാക്കപ്പെട്ടതായിട്ടുള്ള ഈ തീർത്ഥസ്നാനം ഉണ്ടല്ലോ, സേതുബന്ധനം ചെയ്ത ഈ സ്ഥലം ഉണ്ടതോ, അത് വളരെ വിശേഷമാണ്, വളരെ പ്രശസ്തിയുള്ളതാണ്. ഇനി തൊട്ട് ഈ സ്ഥാനം ഈ പേരുകൊണ്ട്, അതായത് രാമേശ്വരത്തെ സേതുബന്ധനം എന്നുള്ള പറഞ്ഞ പേരുകൊണ്ട് കീർത്തിക്കപ്പെട്ടതായി വരും. പിന്നെയോ ത്രിലോകത്തിലത്തെ എല്ലാവരാലും പൂജിക്കപ്പെടുന്ന പരമപാവനമായ തീർത്ഥം ദർശിച്ചാൽ തന്നെ എല്ലാ പാപങ്ങളും ഇല്ലാതെയാവുന്ന ആ സേതുബന്ധനം ചെയ്ത ഭാഗവും രാമേശ്വരവും ഒക്കെ കണ്ടാൽ തന്നെ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ പോവും. അത്ര പരിശുദ്ധ സ്ഥലമാണ്, അത്ര പരിശുദ്ധ തീർത്ഥാണ് എന്ന് പറയാണ്. ഏഷസേ ദുർമയാബദ്ധ സാഗരേ സലിലാശയേ ഏതച്ച ദൃശ്യതേ തീർത്ഥം സാഗരസ്യ മഹാത്മന സേതുബന്ധമിതി ഖ്യാതം. അങ്ങനെ സേതുബന്ധം എന്ന് വിഖ്യാതിയുള്ളതാണ്, പ്രശസ്തിയുള്ളതാണ്. ത്രൈലോക്യേനച പൂജിതം, എല്ലാവരാലും പൂജിക്കപ്പെടുന്നൊരു സ്ഥലമാണ്. മാത്രമല്ല ഏതത് പവിത്രം പരമം, അത് പരമ പവിത്രാണ്. അത് ദർശനാൽപാതകാപഹം, അതിൻ്റെ ദർശനം തന്നെ നമ്മുടെ പാപങ്ങളെ നശിപ്പിക്കും. ഇനി ഏഴും കൂടി ചെയ്യാം. അത്ര രാമേശ്വരോ ദേവോ മയാ ശംഭു പ്രതിഷ്ഠിത, ഞാനിവിടെ പ്രതിഷ്ഠിച്ച ഈ ശിവൻ്റെ വിഗ്രഹവും അമ്പലം ഉണ്ടെന്ന് പറയുകയാണ്. അത്ര മാം ശരണം പ്രാപ്തോ മന്ത്രിഭിച്ച വിഭീഷണ ഏഷാ സുഗ്രീവനഗരീ കിഷ്കിന്ധാ ചിത്രകാനന. എന്നിട്ട് പറഞ്ഞു, അത്ര ഇവിടെ ഈ രാമേശ്വരത്തെ എന്നാൽ രാമേശ്വര ദേവ ശംഭു, രാമേശ്വരൻ എന്ന ദേവനായ ശിവൻ, രാമൻ്റെ ഈശ്വരനായിട്ടുള്ള ശിവൻ എന്നർത്ഥം, പ്രതിഷ്ഠിത, ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടു. ഞാൻ രാമേശ്വരൻ്റെ, അതായത് എൻ്റെ തന്നെ ശിവൻ, രാമൻ്റെയും കൂടി ഈശ്വരനായ ശിവനെ ഞാൻ ഈ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. വിഭീഷണൻ മന്ത്രിഭീച്ച, മന്ത്രിമാരോടുകൂടി അത്ര ഇവിടെ വന്ന് മാം എന്നെ ശരണം പ്രാപിച്ചു. വിഭീഷണൻ ഇവിടെ വന്നിട്ടാണ് എന്നെ ശരണം പ്രാപിച്ചത്. ഏട്ടനെ വെടിഞ്ഞിട്ടേ, അതായത് ഏട്ടനായിട്ടുള്ള രാവണനെ വെടിഞ്ഞ് എന്നെ അടുത്ത് വന്ന് ശരണം പ്രാപിച്ചത് ഈ രാമേശ്വരത്ത് വെച്ചിട്ടാണ്. ചിത്രകാനന ഏഷ, വിചിത്രമായ കാനനത്തോടു കൂടിയ ഇത് സുഗ്രീവനഗരി കിഷ്കിന്ധ. പിന്നെ കുറച്ചുകൂടിയും പോയപ്പോഴേ വിമാനം മുമ്പിലേക്ക് പോയപ്പോൾ കിഷ്കിന്ധ കണ്ടു. അപ്പോൾ പറഞ്ഞു, ഇതാണ് സുഗ്രീവൻ്റെ രാജ്യമായിട്ടുള്ള കിഷ്കിന്ധ. അങ്ങനെ വിമാനം പറന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഓരോ സ്ഥലവും പറയുകയാണെ. സേതു കടന്നിട്ട് അല്പം ദൂരേക്ക് പോയപ്പോൾ പറഞ്ഞു, എന്താ പറഞ്ഞ, ഈ സ്ഥലത്ത് രാമേശ്വരത്തെ ലോകത്തിന് മുഴുവൻ പരമാനന്ദം നൽകാൻ കഴിവുള്ള ശിവനെ, രാമൻ്റെ ഈശ്വരൻ എന്ന വിശേഷനാമത്തോട് കൂടിയിട്ടുള്ള ശിവനെ ഞാനിവിടെ പ്രതിഷ്ഠിച്ചു ഈ രാമേശ്വരത്തെ. പിന്നെ അത് പറഞ്ഞു, ഇത് രാമേശ്വരാണ് എന്ന് പറഞ്ഞ് അതും കാണിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ പറഞ്ഞു, വിഭീഷണൻ മന്ത്രിമാരോടുകൂടി വന്നിട്ട് എന്നെ ശരണം പ്രാപിച്ചത് ഞാൻ ഇവിടെ ശിവനെ പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ്. ആ സ്ഥലമാണത്. പിന്നെ കുറച്ചുകൂടി ദൂരം മുമ്പിലേക്ക് പോയപ്പോൾ പറഞ്ഞു, ഇതാ കിഷ്കിന്ധ കാണാനില്ലേ, ആ ബഹുവിധത്തിൽ കാണുന്ന കാടുകളുള്ള ഈ പട്ടണമാണ് സുഗ്രീവൻ്റെ രാജധാനിയായിട്ടുള്ള കിഷ്കിന്ധ എന്ന് പറഞ്ഞു. അതായത് രാമേശ്വരം വിട്ട് കിഷ്കിന്ധയുടെ മുകളിൽ കൂടെ പറക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് 7 വായിച്ചെന്ന് ഇവിടെ നിർത്താട്ടോ. അത്ര രാമേശ്വരോ ദേവോ മയാ ശംഭു പ്രതിഷ്ഠിത അത്ര മാം ശരണം പ്രാപ്തോ മന്ത്രിഭിശ്ച വിഭീഷണ ഏഷാ സുഗ്രീവനഗരീ കിഷ്കിന്ധാ ചിത്രകാനന. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.